വിധങ്ങളുടെ ശീലങ്ങൾക്ക് മുന്നിൽ അവസാനം വൈദ്യശാസ്ത്രവും മുട്ടുമടക്കിയിരിക്കുകയാണ്. ലോകത്തിന്റെ നായകൻ, മദീനയുടെ മണവാളൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 ശീലങ്ങൾ മനുഷ്യർക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മെഡിക്കൽ സയൻസ് ഏറെ നാളത്തെ പഠനത്തിന് ശേഷം തെളിയിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനും ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടറുമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 ശീലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിരാവിലെ എന്നും നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. സുബഹി നമസ്കാരത്തിനായി നബിതങ്ങൾ അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുമായിരുന്നു. അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് നടക്കുന്നത് മൂലം മനുഷ്യന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും കൂടാതെ മനുഷ്യ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുകയും രോഗങ്ങൾ മാറുകയും ചെയ്യുമെന്ന് പഠനം തെളിയിക്കുന്നു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഘുവായ രീതിയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഭക്ഷണങ്ങൾ കുറച്ചു മാത്രം കഴിക്കുന്ന ശീലമായിരുന്നു നബിതങ്ങൾക്കുള്ളത്. രോഗങ്ങൾ വരാതിരിക്കാനായിരുന്നു നബിതങ്ങൾ അന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മെഡിക്കൽ സയൻസ് പറയുന്നു ഭക്ഷണം കുറച്ചു കഴിക്കുന്നവരിൽ രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണെന്ന്. 3. നബിതങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് വളരെയധികം പതുക്കെയായിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് തികഞ്ഞു എന്നറിയാനുള്ള സിഗ്നലുകൾ തലച്ചോറിലേക്ക് എത്തുന്നതിന് ഏകദേശം 20 മിനിറ്റോളം എടുക്കും. അതുകൊണ്ട് സാവധാനത്തിൽ കഴിക്കുന്നത് ദഹന പ്രക്രിയയെ പുരോഗതിയിലാക്കുകയും ചെയ്യുന്നു. 4. മദീനയുടെ രാജകുമാരൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാതെ കുടുംബങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്നാൽ ഇന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ സമ്മർദ്ദം കുറയുമെന്നാണ് മെഡിക്കൽ സയൻസ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. 5. നിബിധങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒറ്റ ശ്വാസം എടുത്തുകൊണ്ട് വെള്ളം കുടിക്കരുത്. 2ഉം 3ഉം ശ്വാസമെടുത്ത് പതുക്കെയായി വെള്ളം കുടിക്കുക. ഇന്ന് ശാസ്ത്രം പറയുന്നത് കേൾക്കൂ, നിങ്ങൾ ഒറ്റ ശ്വാസത്തിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ തലവേദന, തലകറക്കം കൂടാതെ രക്തചംക്രമണ വ്യൂഹത്തിൽ അസന്തുലിതാവസ്ഥ മുതലായവ ഉണ്ടാകുന്നു എന്നാണ്. 6. മുത്ത് നബിതങ്ങൾ മാതളം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നബിതങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായ ഒരു പഴവർഗ്ഗമായിരുന്നു മാതളം. എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നു മാതളം പോലെ മനുഷ്യ ശരീരത്തിന് ഇത്രയും ആരോഗ്യവും ഗുണവും നൽകുന്ന മറ്റൊരു പഴം ഈ ഭൂമിലോകത്ത് ഇല്ല എന്നുള്ളതാണ്. 7. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ നോമ്പ് പിടിക്കാൻ കൽപ്പിച്ചു. വർഷങ്ങളായി ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും നോമ്പ് പിടിച്ചു വരുന്നു. എന്നാൽ ജാപ്പനീസ് ശാസ്ത്രജ്ഞന്മാർ റമളാനിൽ നോമ്പ് പിടിക്കുന്നത് മൂലം മനുഷ്യ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്നതായും കൂടാതെ ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവ് നോമ്പുകാരന്റെ ശരീരത്തിന് ഉണ്ട് എന്നും കണ്ടെത്തിയിരിക്കുന്നു. 8. നബിതങ്ങൾ ധാരാളമായി ഈത്തപ്പഴം കഴിച്ചിരുന്നു. ഈത്തപ്പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, ഇലക്ട്രോലൈറ്റ് ലെവൽ എന്നിവ സ്ഥിരീകരിക്കുകയും നമ്മുടെ ശരീരത്തിലെ രക്തശുദ്ധീകരണത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ ഓക്സിക്കോട്ടിൻ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ തെളിയിച്ചിരിക്കുന്നു. 9. നമസ്കാരമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ 2ാമത്തെ കാര്യമാണ് 5 നേരം കൃത്യമായ നമസ്കാരം നിർവഹിക്കൽ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരവും കൃത്യമായ നമസ്കാരം നിലനിർത്തിയിരുന്നു. എന്നാൽ മെഡിക്കൽ സയൻസ് പറയുന്നു നമസ്കാരം എന്നത് ഒരു വ്യായാമം അഥവാ എക്സസൈസ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന്. അതുവഴി ഹൃദയവും ശരീരവും ആരോഗ്യകരമാക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കാനും പ്രവാചകനോടുള്ള സ്നേഹം ഇനിയും മനസ്സിൽ വർദ്ധിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. Share chat